ഇന്ന് സ്കൂളില്ലാത്തതിനെ കൊണ്ട് മദ്രസ വിട്ട് വന്നിട്ട് ഞാൻ പിന്നെ ഒന്ന് കിടന്നുറങ്ങിയിരുന്നു. അതിനെ കൊണ്ട് ആ ഉറക്കൊന്ന് മാറാൻ വേണ്ടിട്ട് ഞാൻ ഒരു കോഫി ഉണ്ടാക്കി കുടിച്ച് പിന്നെ റൂമിലേക്ക് കുറച്ച് വെളിച്ചൊക്കെ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ കർട്ടൻ തുറന്നിട്ട് അപ്പോഴാണ് എന്റെ ജനാലിന്റെ മുകളിലേക്ക് നല്ലോണം പൊടി പിടിച്ചത് ഞാൻ ശ്രദ്ധിക്കണത്. റൂം മൊത്തത്തിൽ നോക്കിയപ്പോഴാണെങ്കിൽ എല്ലുംപാടി ഒരു അലങ്കോല ലുക്ക് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് റൂം മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കാന്ന്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ബുക്ക് ഷെൽഫിന്റെ മുകളിലേക്കാണ് പോയത്. പിന്നെ ഈ ഒരു ഷെൽഫ് ഞാൻ കഴിഞ്ഞ ആഴ്ച മഴ വൃത്തിയാക്കിയിട്ടുള്ളൂ. എനിക്കൊണ്ട് ഞാൻ ബുക്കൊന്നും പുറത്തെടുക്കാത്താണ് ക്ലീൻ ആക്കിയത്. പക്ഷെ എന്നിട്ടും അത്യാവശ്യം നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. 5 കൊല്ലം മുന്നേ ഞങ്ങളുടെ വീട് മാറിയ ടൈമിൽ എന്റെ റൂമിലാകെ കട്ടിലും അൽമാരും മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചത്. പിന്നെ ഈ ഫ്രെയിമിന്റെ ഉള്ളിലുള്ളത് ഞാൻ തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് തുടയ്ക്കുമ്പോ തന്നെ ഇത് പൊട്ടോന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. ഒന്ന് പൊട്ടിക്കാൻ എനിക്ക് ബാക്കിയുള്ളത് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഞാനിത് ആണി അടിച്ചിട്ടാണ് വെച്ചത്. അതിനെ കൊണ്ട് തന്നെ നല്ലോണം അടയാളം ഉണ്ടാവും. പിന്നെ ഞാനിതെടുത്ത് തുടച്ചിട്ട് കുറച്ചായി. എന്നെ കൊണ്ട് നല്ല പൊടി ഉണ്ടായിരുന്നു. ഇതിൽ വിറ്റെന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ദൂരെ കഴിഞ്ഞപ്പോ ഇത് എങ്ങനെ വെക്കണ്ടേന്നുള്ളത് മറന്നുപോയി. എന്നിട്ട് ഞാൻ രണ്ടാമത് ഇതിന്റെ മുന്നുള്ള വീഡിയോയിൽ നോക്കിയിട്ടാണ് വെച്ചത്. ഇത് വെക്കുമ്പോ തന്നെ എന്റെ കൈകളിലൊന്ന് വീണ് പോയി. പക്ഷെ ഭാഗ്യത്തിന് പൊട്ടി പോയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ജനാല തുടയ്ക്കാം. ഇവിടെ ഞാൻ തുടച്ചിട്ട് കുറച്ചായി. നല്ല പൊടിയുള്ളതിനെ കൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് നനവുള്ള തുണിനെ തുടച്ചിട്ടാണ് ഇതിനെ കൊണ്ട് തുടയ്ക്കുന്നത്. പിന്നെ ഒന്നാമത് വൈറ്റ് കളറും പാടി അതിനെ കൊണ്ട് നല്ലോണം അറിയുകയും ചെയ്യും. ഞാൻ വീട് മാറി ഇങ്ങോട്ട് വന്നതിന്റെ ശേഷമാണ് എനിക്ക് ബുക്കിന്റെ പ്രാന്തൊക്കെ തുടങ്ങിയത്. എന്നിട്ട് ആ ടൈമിൽ എന്റെ അടുത്തുള്ള ബുക്സ് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് വാങ്ങിയൊരു ഷെൽഫിനത്. അങ്ങനെ ബുക്സ് വാങ്ങി ഇവിടെ മൊത്തം നടന്നപ്പോൾ ഞാൻ ബുക്സ് വെക്കാൻ വേണ്ടിട്ട് വേറൊരു ഷെൽഫും പാടി വാങ്ങി. എന്നിട്ട് അവിടെ ഫുൾ ആവാൻ വേണ്ടിട്ട് ഇവിടെയുള്ള ബുക്സ് മൊത്തം ഞാൻ അതിന്റെ മുകളിലേക്ക് കയറ്റി. അപ്പൊ പിന്നെ ഇവിടെ കാലിയായി. കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് പുതിയ ബുക്സ് ഒക്കെ വാങ്ങിയിരുന്നു. അപ്പൊ അത് അവിടെ കൊള്ളത്തിനെ കൊണ്ട് എന്റെ അനിയന്റെ ബുക്സ് ഒക്കെ ഇങ്ങോട്ട് കയറ്റി. പിന്നെ ഇതിൽ കുറച്ച് മാത്രമാണ് ഓൻ്റെത്. കുറെ മലയാളം ബുക്സ് ഒക്കെ ഇന്റെ തന്നെയാണ്. പിന്നെ ഇതിന്റെ മുകളിൽ ഞാൻ കുറെ അല്ലറച്ചിലെ കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. കാരണം ബുക്സ് മാത്രമായി കഴിഞ്ഞാൽ ഇത് ബോറായി പോവില്ലേ. പിന്നെ ഈ കപ്പിന്റെ മുകളിലുള്ള ഫോട്ടോ കണ്ടാ അറിയാം ഇത് ഒരു 5-6 കൊല്ലം മുന്നുള്ളതാണെന്ന്. അങ്ങനെ നമ്മളെ പൊടിത്തട്ടൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊരു ഡ്രസ് മേക്ക് ഓവർ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ സ്റ്റാൻഡ് നൂരി. കാരണം ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ ബൾബ് നല്ലോണം പൂട്ടാൻ കഴിയില്ല. എന്നിട്ട് ഞാൻ അതിന്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് കട്ടുമ്മലേക്ക് വെച്ച് ഇപ്പോഴാണ് ഒരു വൃത്തിയായത്. പിന്നെ എന്റെ ബൾബ് ലൈറ്റ് കളറായതിനെ കൊണ്ട് അത്യാവശ്യം നല്ല ചെളി ഉണ്ടേനും. അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തപ്പോ കട്ടിലിന്റെ കോലതായിക്കണേ. ഇനി അത് മൊത്തം ഇങ്ങോട്ട് കയറ്റണ്ടല്ലോ വിചാരിച്ചിട്ട് എല്ലാം കട്ടുമ്പോ റെഡി ആക്കിയിട്ടാണ് ഇങ്ങോട്ട് കയറ്റണത്. പിന്നെ എന്റെ പെൻ ഹോൾഡർ ഒന്ന് ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് എന്റെ ബ്രഷ് പെൻസ് കയ്യിലേക്ക് ഇട്ട് ഈ ഒരു ഡസ്റ്റ്ബിന്നെ വാങ്ങിയതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് അതിന്റെ വേസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇടുന്നത്. പിന്നെ ഞാൻ ഈ ലൈറ്റും കപ്പൊക്കെ അതിന്റെ മുകളിലേക്ക് തന്നെ വെച്ച് ഇനി ദമ്പത്ത് വെച്ചിട്ട് ഇത് വീണുണ്ടാവും വിചാരിച്ചിട്ട് ഞാൻ എന്റെ മുകളിലേക്ക് കയറ്റി വെച്ച് പിന്നെ ഞാൻ എന്റെ ഹാബിറ്റ് ട്രാക്കറും കാൽക്കുലേറ്ററും ഒക്കെ വെച്ചിക്കണ്. പിന്നെ ഈ ഒരു മിനി പിക് ബോർഡിന്റെ മുകളിലുള്ള കാര്യങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതിനെ കൊണ്ട് ഞാൻ അതേമാതിരി തന്നെ അവിടെ വെച്ച്. സംഭവന്റെ റൂം എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവല്ലേ. പക്ഷെ ഇത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. പിന്നെ ആ പോസ്റ്റേഴ്സ് ഒക്കെ എനിക്ക് അങ്ങനെ തന്നെ വെക്കുന്നതാണ് ഇഷ്ടം. അതിനെ കൊണ്ടാണ് ഞാനത് ഊരാത്തത്. ഇപ്പോഴാണ് ശരിക്കും ഒന്ന് വൃത്തിയായത്. പക്ഷെ ഇവിടം കൊണ്ട് നിന്റെ പരിപാടി അവസാനിക്കണില്ല. ഈ ഒരു ബൾബ് ഞാൻ സ്കൂൾ തുറക്കണതിന്റെ തൊട്ട് മുന്നേ വൃത്തിയാക്കിയതാണ്. സ്കൂൾ തുറന്നിട്ട് 2 മാസം പോലും ആയിട്ടില്ല. ഇതിന്റെ കോലം ഇങ്ങനെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിന്റെ ബൾബാണ്. അതിനെ കൊണ്ട് തന്നെ ഉള്ള എല്ലാ ആക്രികളും ഇതിന്റെ ഉള്ളിലുണ്ടാവും. ഫസ്റ്റത്തിന് ഞാൻ ബുക്സ് ഒക്കെ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ച്. സാധാരണ എല്ലാവരും ഒരു ബൾബ് കഴിഞ്ഞിട്ടല്ലേ മറ്റേ ബൾബ് വൃത്തിയാക്കുക. പക്ഷെ ഞാൻ 2 പാടി ഒപ്പരാണ് വൃത്തിയാക്കൽ. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബൾബിൽ വെക്കാനുള്ളത് മറ്റേ ബൾബിലേക്ക് ഉണ്ടാവാം. എന്റെ വൃത്തിയാക്കൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ബെഡിന്റെ കോലൊക്കെ മാറിയും. അതിനെ കൊണ്ട് അതിന്റെ മുകളിലുള്ള വേസ്റ്റ് ഒക്കെ തട്ടിയിട്ട് ഞാൻ അടിച്ചു വാരി. പിന്നെ ബെഡ്ഷീറ്റ് എന്തായാലും മാറ്റാനായിരുന്നു. അതിനെ കൊണ്ട് ഞാൻ പുതിയ ബെഡ്ഷീറ്റ് എടുത്ത്. പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ ലുലു മാളിൽ വാങ്ങിയതാണ്. പിന്നെ ഞാനത് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വിരിച്ചത്. പിന്നെ ഇതിന്റെ പില്ലോ കേസ് അത്യാവശ്യം നല്ല വലിപ്പുണ്ടായിരുന്നു. പക്ഷെ അതിനെ കൊണ്ടെന്താ എനിക്കിത് ഇടാൻ സിമ്പിളായി. പിന്നെ ഈ ബെഡ്ഷീറ്റിന്റെ കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും വിരിച്ചതല്ലേ ഞാൻ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. ഒരു നല്ല വൃത്തിയായിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് തുടച്ച്. അപ്പൊ എന്റെ റൂമിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണുള്ളത്. പിന്നെ വീഡിയോയിലുള്ള കുറെ കാര്യങ്ങളൊക്കെ